തലസ്ഥാനത്തേക്ക് പോകണം. 5 മണിക്കൂർ പിന്നിട്ട് തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ആശാപ്രവർത്തകരുടെ പ്രതിഷേധം അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. അവരെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം വന്നു കഴിഞ്ഞു. പലരും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. പ്രതികരണങ്ങൾ നമ്മളവിടെ കാണുന്നുണ്ട്. പലതവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്മാറിയിട്ടില്ല. ആരോഗ്യമന്ത്രിയുടെ പ്രതികരണവും ഈ വിഷയത്തിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതിലേക്ക് കൂടി ഒന്ന് പോകാമെന്ന് തോന്നുന്നു. ഈ സർക്കാരിന്റെ ആദ്യ വർഷമായപ്പോഴേക്കും അത് 17,800 ഉയർന്നു. 17,800 ആളുകൾക്ക് സംസ്ഥാനത്തുടനീളം നമ്മുടെ ആരോഗ്യ പരിരക്ഷയിലൂടെ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ കാർഡിയോളജിക്കൽ പ്രൊസീജിയർ ചെയ്യാനായിട്ട് സാധിച്ചു. അതോടൊപ്പം ഈ 9 വർഷത്തെ ഒരു കാലം നമ്മൾ നോക്കിയാൽ നേരത്തെ 5 മെഡിക്കൽ കോളേജുകളിലാണ്, തിരുവനന്തപുരവും കോട്ടയവും അതുപോലെ ആലപ്പുഴ, തൃശ്ശൂർ, കോഴിക്കോട്, പിന്നെ നമ്മൾ ഏറ്റെടുത്ത കണ്ണൂരും, ഇവിടെ ആണ് കാത്ത് ലാബുകൾ ഉണ്ടായിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ആശുപത്രികളിലും, ഇപ്പൊ ജില്ലാ ആശുപത്രികളിൽ ഇനി കാത്ത് ലാബ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ട്. ക്ലിഫ് ഹൗസ് മാർച്ചിൽ ഇപ്പോൾ അവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. പോലീസ് നടപടിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണം. റോഷിപാൽ, ആശമാരുടെ ഒരേ ഒരു ഡിമാൻഡ് അതായിരുന്നു. മുഖ്യമന്ത്രി പക്ഷേ വരില്ല. ഇപ്പോൾ പോലീസ് വാഹനത്തിന് മുന്നിൽ കയറിയൊക്കെ നിൽക്കുകയാണോ? കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകാനുള്ള നീക്കം വിജയിച്ചോ? സുജയ്, ഇപ്പോഴും ആശാപ്രവർത്തകരുടെ സമരം ഏതാണ്ട് 5-ാം മണിക്കൂറിലേക്ക് പിന്നിടുമ്പോഴാണ് ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ആശാപ്രവർത്തകർക്ക് നേരെ പലവട്ടം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും അവിടെ അവർ പിരിഞ്ഞുപോയി. ഇപ്പോൾ ആശാപ്രവർത്തകരുടെ സമരസ്ഥലത്ത് നിന്നും ഓഡിയോ സ്പീക്കർ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഫലം പ്രയോഗിച്ച് കൊണ്ടുപോകുമ്പോൾ ആ വാഹനം തടഞ്ഞു. അവിടെ പ്രതിഷേധത്തിനിടയിൽ UDF-ന്റെ സെക്രട്ടറി കൂടിയായ CP ജോണിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആ വാഹനമാണ് ഇപ്പോൾ ആശാപ്രവർത്തകർ തടയുന്നത്. സംഘർഷാവസ്ഥയാണ്. തുടർച്ചയായി പലവട്ടം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ഈ ആശാപ്രവർത്തകർ പിരിഞ്ഞു പോയിരുന്നതിൽ ഇപ്പോൾ പോലീസ് വാഹനത്തിൽ നമുക്ക് CP ജോണുണ്ട്. സമരം ഈ നിലയിലേക്ക് സ്പീക്കർ അടക്കം വളരെ മോശമായ സമീപനം, അനാവശ്യമായ പ്രകോപനം പോലീസ് ഉണ്ടാക്കാണ്. ഇനിയെങ്കിലും ആ മൈക്ക് സെറ്റ് എന്നുള്ള നിസ്സാര പ്രശ്നം, ഇത് ആശാസമരവും മൈക്ക് സെറ്റായിട്ട് ഒരു ബന്ധമില്ല. ആ മൈക്ക് സെറ്റിന്റെ മുകളിലാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഞാനിതിനകത്തിരിക്കുകയാണ്. ഞാൻ ഈ സമരത്തിന്റെ കൂടെയാണിപ്പോ. ഞാൻ ഈ സമരത്തിലെ മണിക്കൂറുകൾ, 1 മണിക്കൂർ മുമ്പാണ് വന്നത്. ഇത്രയും നിസ്സാരമായ ഒരു കാര്യത്തിൽ തുടക്ക സമയത്ത് ഞാൻ ഈ സമരത്തിലില്ല. ഇത്രയും നിസ്സാരമായ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ആ വാഹനം, ഇതിൽ മൈക്ക് ഉൾപ്പെടെയുണ്ട്. പോലീസ് മുന്നിൽ വലയം തീർത്തുകൊണ്ട് ഇപ്പോൾ ആശാപ്രവർത്തകരുടെ മൈക്ക് ഉൾപ്പെടെ ആശാപ്രവർത്തകരുടെ സമരസ്ഥലത്ത് ഉപയോഗിച്ച മൈക്കടക്കം കസ്റ്റഡിയെടുത്താണ് ഈ സംഘർഷത്തിലെ കാര്യങ്ങൾ നീങ്ങിയത്. ഇപ്പോൾ ആ പോലീസ് വാഹനം കടത്തിവിടുന്നില്ല. നേരത്തെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരിക്കേറ്റിരുന്നു. ആ പലവട്ടം ജലപീരങ്കി പ്രയോഗിച്ചിട്ട് അവർ പിരിഞ്ഞു പോയിരുന്നില്ല. വലിയ സമരമാണ് ആശാപ്രവർത്തകരുടെ. അവർ ആ മൈക്ക് ഉൾപ്പെടെയുള്ള ഓഡിയോ സംവിധാനങ്ങൾ തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടാണ് കസ്റ്റഡിയെടുത്ത് കൊണ്ടുപോകുന്ന വാഹനം ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂറായി ഈ വാഹനം ഇവിടെ നിന്ന് കടത്തിവിടാൻ പോലീസ് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അവരൊക്കെ റോഡിലിരുന്ന് പ്രതിഷേധം തുടരുകയാണ്. അതിനിടയിലാണ് UDF-ന്റെ സെക്രട്ടറി ഇവിടെ എത്തിയത്. ഈ സമരത്തിൽ ഇടപെട്ടതോടെ പോലീസ് കസ്റ്റഡിയെടുത്തു. ഇപ്പോൾ ആ വാഹനത്തിൽ തന്നെയാണ് ഈ ആശാപ്രവർത്തകർ ഉപയോഗിച്ച മൈക്ക് ഉൾപ്പെടെയുള്ള ഓഡിയോ സംവിധാനങ്ങളുള്ളത്. ഏതായാലും റോഡിൽ കിടന്ന് ഓരോ ആശാപ്രവർത്തകരെയും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പ്രവർത്തകർ മാറുകയാണോ? അക്രമാസക്തരാവുകയാണോ റോഷിപാൽ? തീർച്ചയായും ഇത് 5-ാം മണിക്കൂറിലാണ് സുജയ ഈ സമരം. ഏതാണ്ട് ബാരിക്കേഡിന് മുകളിലടക്കം ഏറെ നേരം സമരം തുടർന്നു. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകണമെന്ന ആവശ്യമാണ് ആശാപ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഏതാണ്ട് മാസങ്ങളായി സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്ന സമരത്തിനൊടുവിലാണ് ഈ തരത്തിലേക്ക് അക്രമാസക്തമാവുന്ന തരത്തിലേക്ക് സമരം മാറുന്നത്. രാവിലെ തുടങ്ങിയ 11:30 തുടങ്ങിയ സമരം കനത്ത മഴയാണ് തലസ്ഥാനത്ത്. ആ മഴയൊക്കെ അവഗണിച്ച് തുടർച്ചയായുള്ള പോലീസ് നടപടികൾ, ജലപീരങ്കി അടക്കമുള്ള നടപടികൾ അവഗണിച്ചുകൊണ്ട് അവർ നടത്തിയ സമരത്തിനോട് ഏതാണ്ട് 6ഓളം പേർ അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. അവരെ പോലീസ് കസ്റ്റഡി എടുത്തു. അതിനുശേഷവും ബാരിക്കേഡിൽ കുറെ പേരുണ്ട്. ഇപ്പോൾ ഈ മൈക്ക് ഉൾപ്പെടെ എടുത്തു മാറ്റുന്നത് തടയാൻ വേണ്ടിയാണ് ഇപ്പോൾ ആശാപ്രവർത്തകർ ഇവിടെ റോഡിൽ കുത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള വനിതാ പോലീസുകാർക്ക് അവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. പുരുഷ പോലീസുകാർ ഉൾപ്പെടെ നിന്നുകൊണ്ട് ഈ പോലീസ് വാഹനം ഇവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. അത് തടയുകയാണ്. ഇപ്പോൾ ഏറെ നേരമായി റോഡിൽ കിടന്നും കുത്തിയിരുന്നും ആശാപ്രവർത്തകർ തടയുന്ന ആ സമരത്തിൽ അതിന്റെ ഭാഗമാകുന്ന ദൃശ്യങ്ങളാണ്. ഏതാണ്ട് സംഘർഷഭരിതമാകുകയാണ് ഈ മാർച്ച്. ഈ 5-ാം മണിക്കൂറിലാണ് സമരത്തിന്റെ ശബ്ദമാകുന്നത്. നേരത്തെ നമുക്കറിയാം
ഇപ്പോൾ റോഡിൽ കിടന്ന ഓരോ ആശാപ്രവർത്തകരെയും ഇവിടെ നിന്ന് കസ്റ്റെടുത്ത് മാറ്റുന്നുണ്ട്. എന്നാലും പോലീസിന് അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതിനപ്പുറത്തേക്ക് അവരുടെ സമരാവേശം മാറുന്ന കാഴ്ചയാണ്. കാരണം മാസങ്ങളായി സെക്രട്ടേറിയറ്റ് മെഡിക്കൽ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരം അവർ തുടരുന്നു. ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പോലീസ് നടപടിയെ അവഗണിച്ചുകൊണ്ട് നടത്തുന്ന സമരത്തിനൊടുവിൽ അവർ നടത്തിയ ക്ലിപ്പോസ് മാർച്ച് അത് ഈ നിലയിലേക്ക് സംഘർഷത്തിലേക്ക് കലാശിച്ചു. ഇപ്പോൾ പോലീസ് ചീഫ് അവരുടെ ഓഡിയോ സംവിധാനങ്ങളുമായി പോകുകയാണ്. ഏതാണ്ട് അരമണിക്കൂറിലേറെയായി ഈ പോലീസ് വാഹനം ഇവിടെ തടഞ്ഞിടുകയായിരുന്നു, വളഞ്ഞിടുകയായിരുന്നു ഈ ആശാപ്രവർത്തകർ. ഇപ്പോൾ കന്റോൺമെന്റ് AC ഉൾപ്പെടെ എത്തിക്കൊണ്ട് കൂടുതൽ പോലീസ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ എത്തിച്ച് ആശാപ്രവർത്തകരുടെ മുന്നിൽ ഈ പോലീസ് വാഹനത്തിന് മുന്നിൽ ഈ മനുഷ്യമതിൽ തീർത്തിരിക്കുന്ന ആശാപ്രവർത്തകരെ നീക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. പോലീസിന് കൃത്യമായി ഇവരെ മാറ്റാൻ സാധിക്കാത്ത തരത്തിലാണ് അവരുടെ സമരാവേശം ഉയരുന്നത്. ഇപ്പോഴും പോലീസ് റോഡിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധം. സ്വാതന്ത്ര്യ